എന്നോടൊപ്പം ഇപ്പോൾ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃശ്ശൂരിൻ്റെ ചുണക്കുട്ടികൾ എന്നോടൊപ്പം ഉണ്ട്. കാരണം ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഒരാൾ അതിനകത്തിൽ തുടർച്ചയായി 3-ാം തവണയാണ് സംസ്ഥാന കലോത്സവത്തിൽ വന്ന് എ ഗ്രേഡ് നേടുന്നത്. കൂടിയാട്ടം ടീം തുടർച്ചയായി 2-ാം തവണയുമാണ്. ആദ്യം തന്നെ നന്ദനയിലേക്ക് വന്നു. നന്ദന, ഹാട്രിക് നേട്ടമാണ്. ഏതിലൊക്കെയായിരുന്നു പങ്കെടുത്തത്? എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പ്രകടനം? നങ്ങ്യാർകൂത്ത് കൂടിയാട്ടം അതിലാണ് പങ്കെടുത്തത്. നങ്ങ്യാർകൂത്ത് 3-ാം തവണയാണ് സ്റ്റേറ്റിലേക്ക് പോണത്. കൂടിയാട്ടം ഇപ്പോൾ ഈ കൊല്ലം ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. സകലകലാ വല്ലഭയാന്ന് പറയുന്നത്. കാരണം നാടകത്തിലുണ്ടായിരുന്നു, മുൻപ് കഥകളിയിലുണ്ടായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ തവണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് ആദ്യമായിട്ട് സ്വന്തം തട്ടകത്ത് മത്സരിക്കാൻ ഇറങ്ങി, അത് സംസ്ഥാന കലോത്സവത്തിൽ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളമായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. തൃശ്ശൂരാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ആരൊക്കെയായിരുന്നു ഗുരു? കൂടിയാട്ടത്തിൻ്റെയും നങ്ങ്യാർകൂത്തിൻ്റെയും ഭയങ്കര നാരായണ ചെക്കിയാർ. എത്ര നാളായിട്ട് ഇത് അഭ്യസിക്കുന്നു? 4 കൊല്ലം. കൂടിയാട്ടത്തിൻ്റെ കലാകാരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? കുഞ്ഞുലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി, അവനി നന്ദ, ജാതകന്, ശ്രീനന്ദ, ഐറിൻ ചെറിയ. എത്രാം തവണയാണ് പങ്കെടുക്കുന്നത്? ഞാൻ 2-ാം വട്ടം. ഇതിൽ മാത്രമാണോ പങ്കെടുത്ത? വേറെ ഈവൻറ്റുകളുണ്ടോ? ഇല്ല, കൂടിയാട്ടത്തിൽ തന്നെയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പ്രകടനം? അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ചെയ്തു. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. സ്വന്തം തട്ടകത്താണ് നടന്നത്. അതിൻ്റെ ഒരു ആവേശം ഉണ്ടായിരുന്നു? ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. അത് ഒരു കപ്പ് പോവാണ്ട് ഞങ്ങൾ ഇതാക്കി. ഏതായാലും നിലവിലെ ചാമ്പ്യന്മാരെ നിലനിർത്താൻ നിങ്ങളുടെ വക സംഭാവന നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനിയും ബാക്കിയുള്ളവർ ചെയ്തിട്ടില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. കളറാണോ? പിന്നെ തൃശ്ശൂർ പൊതുവെ വൈബാണെന്നാണ് പറയുന്നത് കലോത്സവം. നല്ല വൈബല്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ജയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. 3-ാം തവണയാണ് ഇപ്പോൾ സ്റ്റേറ്റിലേക്ക് വരുന്നത്. മുൻപ് 2 വർഷം കവിതാരചന, സംസ്കൃതം കവിതാരചനയിൽ സ്റ്റേറ്റിൽ വന്നിട്ടുണ്ട്. ഈ വർഷം കൂടിയാട്ടത്തിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂർ കലോത്സവം വരുമ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്ക് കവച്ചു വെക്കാനാണോ ഇത്ര സ്പീഡ്? എന്തായാലും ഹാട്രിക് നേട്ടം ഉണ്ട്. അപ്പം കഴിഞ്ഞ തവണത്തേക്ക് എങ്ങനെയായിരുന്നു ഗ്രേഡൊക്കെ? കഴിഞ്ഞ തവണ ഗ്രേഡ് ഉണ്ടായിരുന്നു, 2 വർഷം ഗ്രേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പൊളിച്ചു. അതെ. ഈ കൂട്ടുകാരുടെയും അധ്യാപകരൊക്കെ പിന്തുണ? നല്ല പിന്തുണ. ടീച്ചേഴ്സ് ആയാലും നമ്മളെല്ലാവരും നല്ല. ഞങ്ങളുടെ ടീച്ചർ അവിടെ ഉണ്ട്. ടീച്ചറിന് ഇങ്ങോട്ട് വരാൻ കേട്ടോ. ക്ലാസ് മുറിയിൽ മാത്രം മുന്നിൽ നിന്നാൽ പോരാ, കലാപ്രകടനത്തിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ടീച്ചർമാർ ഈ ഒരു സാഹചര്യത്തിലും മുന്നിൽ വരണമെന്നാണ് പറയുന്നത്. ടീച്ചറോട് വന്നു. ടീച്ചറുടെ പേര്? രേവതി. എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികളുടെ പ്രകടനം? കുട്ടികൾ നന്നായിട്ട് തന്നെ ചെയ്തവർ. അവരുടെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ കണ്ടത്. പിന്നെ പ്രാക്ടീസ് ചെയ്യാനാണെങ്കിലും അവരൊക്കെ നല്ല കോർഡിനേഷൻ, എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും സ്കൂളിൽ നിന്ന് എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ നമ്മുടെ തട്ടകത്ത് നടക്കുന്ന കലോത്സവത്തിലാണ് കപ്പ് ഇവിടെ ഇരിക്കുന്നത്. ട്രഷറിയിൽ നിന്ന് മറ്റൊരു കൊണ്ടുപോയില്ല, നമ്മൾക്ക് തന്നെ കിട്ടും. വിവേകോദയം എല്ലാ കലോത്സവങ്ങളിലും, അതിപ്പോൾ ജില്ലയിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും നിർണായക പോയിന്റുകൾ സംഭാവന ചെയ്യുന്ന സ്കൂളാണ്. അപ്പോൾ ഇത്തവണ എങ്ങനെയായിരുന്നു സ്കൂളിൻ്റെ ഒരു പ്രകടനങ്ങൾ മൊത്തത്തിലൊന്ന് വിലയിരുത്തിയ? സ്കൂളിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ പോയ എല്ലാ ഐറ്റംസിനും നമുക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾ നല്ല രീതിയിൽ തന്നെ എല്ലാ കുട്ടികളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പഠിത്തത്തിൽ മാത്രമല്ല കലാപ്രകടനങ്ങളിലും വിവേകോദയം എന്നും 100-ൽ 100 തെളിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ചുണക്കുട്ടികൾ തട്ടകത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ സ്വന്തം ജില്ലയ്ക്കായി നിർണായകമായ പോയിന്റുകൾ സംഭാവന ചെയ്തിരിക്കുകയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നൽകുകയാണ്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.